ലാൽകുമാർ, ഇവിടെ ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, സി എച്ച് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഇ എം എസ് നമ്പൂതിരിപ്പാടും നായനാരും വി എസും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുഖ്യമന്ത്രിയായ നാട്ടിൽ ജനവിധിയിൽ ദീർഘകാലത്ത് ജയിച്ചു വരുന്ന വലിയ തലപ്പൊക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ജമാഅത്ത് തള്ളിക്കൊടുക്കണം എന്ന ബാലന്റെ വാദം RSS പോലും പറയാത്ത വർഗീയവാദമാണ്. അതുപോട്ടെ, ജയിച്ചാൽ ജമാഅത്ത് ആഭ്യന്തരമന്ത്രിയാകും നേരത്തെ വർഗീയത പറഞ്ഞ ആളാണ് ബാലൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്ന് വെച്ചാലും നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ AK ബാലനും ഒരു UDF മുഖ്യമന്ത്രിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത പോലെ ഉണ്ടോ ശ്രീ ലാൽകുമാർ? അല്ല, നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. 4-ാം തീയതി വരെയല്ലേ വ്യാഖ്യാനിക്കാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. 3 പേരുണ്ട്. താങ്കൾ ആ സെൻറ്റൻസ് കേട്ടോ എന്ന് എനിക്കറിയില്ല. 3 പേരുണ്ട്, 4-മതൊരാളുണ്ടായി. ആ 4-മതൊരാളാകുന്നത് ജമാഅത്തയുടെ പ്രതിനിധിയാണ് എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, പിന്നെ KC വേണുഗോപാൽ, മത്സരിക്കാത്ത KC വേണുഗോപാൽ, ഇവർ 3 പേരുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാനായിട്ട് കച്ചകെട്ടിയിരിക്കുന്ന ആൾക്കാർ. അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, VD സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജമാഅത്തയുടെ മുഖമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതിന് കൗണ്ടറായിട്ട്, ബദലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് KC വേണുഗോപാലും കൂട്ടരും വെക്കുന്നത് ഈ പറയുന്ന UDFനകത്ത് നിൽക്കുന്ന VD സതീശന് ജമാഅത്തയുടെ മുഖം ഉള്ളതുകൊണ്ട് അവരുടെ മുഖം എന്ന് വെച്ചാൽ UDFൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖം അതിന് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനൊരു കാൻഡിഡേറ്റ് ചീഫ് മിനിസ്റ്റർഷിപ്പിലേക്ക് വന്നാൽ എന്ന് ഒരു വാദം അവർ വെക്കുന്നുണ്ട്. നമുക്ക് ജമാഅത്തയുടെ ഇൻഫ്ലുവൻസ് വളരെ എവിഡൻ്റാണ്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എവിഡൻ്റാണ്. ഞാൻ തർക്കിച്ച് തോപ്പിക്കാനൊന്നും ഞാനില്ല. കാര്യം 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയുന്ന ഒരു കാര്യത്തിന് ഞാൻ 4-ാം തീയതി വരെ ഞങ്ങളുടെയാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ 4-ാം തീയതി കഴിഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയായി തുടരും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നോക്കൂ, എവിഡൻ്റ്ലി ആൾക്കാർ അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച ഇതേ സമയമാകുമ്പോഴത്തേനും നമ്മൾ വേറൊരു തരത്തിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കുറേ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന ഡേറ്റ, ആ ഡേറ്റ അനാലിസിസ് നടത്തുന്നതിന് നിങ്ങൾക്ക് പലതിനും പല ഫാക്ച്വൽ ബേസിസ് ആണുള്ളത്. ഇപ്പോൾ നോക്കൂ, വസന്ത് പറഞ്ഞൊരു കാര്യം നോക്കൂ, പാറ്റേണിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, റിസൾട്ടിനെ കുറിച്ച് വരുന്നത് നോക്കൂ. നമ്മുടെ നിയമസഭയുടെ പാറ്റേൺ എന്തായിരുന്നു? നിയമസഭയുടെ പാറ്റേൺ LDF കഴിഞ്ഞ് UDF വരിക, UDF കഴിഞ്ഞ് LDF വരിക. അതൊരു പാറ്റേൺ അല്ലേ? ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തായിരുന്നോ? ബ്രേക്ക് ചെയ്തു. അപ്പം പാറ്റേൺ ബ്രേക്ക് ചെയ്യാം, പിന്നെ തിരിച്ച് പാറ്റേണിലേക്ക് പോകാം, പലതും സംഭവിക്കാം. ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസമാണ് പറയുന്നത്, വോട്ട് ചെയ്തതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഡേറ്റ, നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ്, ഇതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. LDF തുടരാനുള്ള സാധ്യത ഞാൻ കഴിഞ്ഞ ചർച്ചയ്ക്കകത്ത് എനിക്കൊന്ന് ആനന്ദമുണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഗോപികൃഷ്ണനായിട്ടിരുന്ന ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, ഒരു വലിയ തരംഗം ഉണ്ടെങ്കിൽ, UDF അനുകൂല തരംഗം ഉണ്ടെങ്കിൽ UDF ഉറപ്പായിട്ടും അധികാരത്തിലേക്ക് വരും. അത് പറയുന്നതിന് എനിക്ക് 4-ാം തീയതിക്കും മുമ്പും ബുദ്ധിമുട്ടില്ല, 4-ാം തീയതി കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടില്ല പറയാൻ. പക്ഷേ തരംഗമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ, UDF അനുകൂല തരംഗം സംസ്ഥാനത്ത് അടിച്ചിട്ടില്ല എങ്കിൽ UDFൻ്റെ സ്ഥിതി ബുദ്ധിമുട്ടിലാകും, പരുങ്ങലിലാകും എന്ന് പറയുന്നതിന് എനിക്കൊരു സംശയമില്ല. കാര്യം അത് നോക്കൂ, ആദ്യം 100 പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പോൾ വസന്ത് 100-നെ കുറിച്ച് വീണ്ടും സംസാരിച്ചെങ്കിലും VD സതീശൻ ആ 100-നെ കുറിച്ച് പിന്നെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന UDFൻ്റെ എല്ലാമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ ലാൽ, പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് വേറെ സിനാറിയോ, പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് VD പറഞ്ഞു 100 സീറ്റിന് മുകളിൽ. ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞു, ആദ്യ ദിവസം നമ്മൾ 100-ൽ മേളിൽ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സംസാരിക്കുന്നില്ല ആ വിഷയത്തിനെ കുറിച്ച്. സംസാരിക്കാത്തതായിരിക്കാം. ഇപ്പം പറഞ്ഞ പോലെ 100 ഉറപ്പിച്ച് കിട്ടുന്ന ഒരാൾ, അദ്ദേഹം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്താ സംസാരിക്കേണ്ടത്? അദ്ദേഹത്തിന് ഉറപ്പാണ് അദ്ദേഹത്തിന് 100 കിട്ടുമെന്ന്. നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇതിപ്പോൾ ഇതാണല്ലോ തർക്കം. ഹാഷ്മി, ഇതല്ലേ പ്രശ്നം? ഞങ്ങൾക്ക് 100 കിട്ടും എന്നുള്ളൊരു വാദം എനിക്ക് തോന്നുന്നില്ല 100-ലേക്ക് ലെഫ്റ്റ് ഫോഴ്സസിന് എത്താൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെന്ന്. പക്ഷേ അധികാരം നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ്, ഈ പറയുന്ന കമ്മ്യൂണൽ ഇക്വേഷൻസിനൊക്കെ ഏതൊക്കെ രീതിയിലും നെഗറ്റീവായാലും അധികാരം കിട്ടാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അതേ ഡേറ്റ അനുസരിച്ച് അവരുടെ വിലയിരുത്തൽ അവർക്ക് 100, 110 ഒക്കെ കിട്ടുമെന്നാണ്. അതല്ലേ നടക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നോക്കുന്നത് ഇച്ചിരി, ഞാൻ ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഈ മത്സരത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൻ്റെ എടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് സ്ഥിതി എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു ഇച്ചിരി ടൈറ്റാണ്. അപ്പം ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നത് ഞങ്ങളുടെ വിലയിരുത്തൽ കറക്റ്റാണ്.
ടൈറ്റാണെന്ന് ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞതിനെ വിലയിരുത്തൽ കറക്റ്റാണ്. ഇത് ഇങ്ങനെയാണ് നമ്പേഴ്സ് കൂട്ടുന്നത്. ഞാൻ ആ നമ്പർ കുറയ്ക്കുകയാണ് ചെയ്തത്. അതേ സ്ഥാനത്ത് ആ UDF ആയിട്ട് സംസാരിച്ച ആളെ അദ്ദേഹം കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വേണേൽ നമുക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എ പെസിമിസ്റ്റിക് മാനർ ഓർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എ ഒപ്റ്റിമിസ്റ്റിക് മാനർ, എങ്ങനെ വേണേ ആകാം. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പെസിമിസ്റ്റിക് അക്കൗണ്ടിൽ ഒരു 75-80 റേഞ്ചിനകത്ത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കുറയാനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഇപ്പം 4-ാം തീയതിക്ക് ശേഷം വ്യത്യാസമാണ് വരുന്നതെങ്കിൽ എന്താ വ്യത്യാസമാണ് വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഈ ഫാക്ച്വൽ ബേസിസിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. വെപ്രാളപ്പെട്ട് ഇപ്പം ദുർഭരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ പറയുന്ന വീണ്ടും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ ഈ പറയുന്ന ദുർഭരണത്തിനെ കുറിച്ച് പറയുന്നത് അപ്പം നിങ്ങൾ വിഴുങ്ങേണ്ട വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ക്ലിയർ ആണ്, മാൻഡേറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ അനാലിസിസ് അതാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന രമേശ് ചെന്നിത്തല DGP വരെ വിളിച്ചു ഇല്ലേ? DGP വരെ വിളിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള നടപടികളിനെക്കുറിച്ചും UDF കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വരെ വന്നു. വല്ലതും നടന്നോ? അപ്പം നമുക്ക് ഇവരിൽ നടക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവർ ഇത്രയും വെപ്രാളം വെക്കുന്നത് എങ്ങാനും ബിരിയാണി കൊടുത്താൽ അവരുടെ ക്ലെയിം ആദ്യം തന്നെ വെക്കണം. കാര്യം 3 പേരാ സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആ വടംവലിയാണ് ഇവിടെ നടന്നത്. ഈ മുഖ്യമന്ത്രി ചർച്ച തന്നെ മുന്നോട്ട് വന്നതിന് കാരണം ഈ പറയുന്ന വടംവലി എങ്ങാനും ബിരിയാണി കൊടുത്താൽ, ഞാൻ പറഞ്ഞ തരംഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു സാഹചര്യം, തരംഗം ഉണ്ടെങ്കിൽ ഞാൻ തോറ്റു പോകുന്നില്ലേ പറഞ്ഞത്, അങ്ങനെ തരംഗം എങ്ങാനും ഉണ്ടെങ്കിൽ കെട്ടിപ്പെറുക്കി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ആളിങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ രമേശ് ചെന്നിത്തല തട്ടിക്കൊണ്ട് പോകരുത്, അല്ലെ VD സതീശന് കൊടുക്കരുത്. ഈ തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊരു തർക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.